അദ്ദേഹം പറയുന്നു, പേട്ടയിലെ ജുമുഅത്ത് പള്ളി ഇവിടുന്ന് പൊളിച്ചു മാറ്റണം, അതെവിടെയെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കാം, എനിക്ക് ഇവിടെ ഒരു ഹാൾ നിർമ്മിക്കണം. സഹോദരങ്ങളെ, ഇതുവരെയും അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ആളുകൾ തന്നെ എതിർക്കാൻ തുടങ്ങി. നീ ഇതുവരെ ചെയ്തത് നല്ല കാര്യമാണ്, അതിന് ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾ നിന്റെ കൂടെ. എന്നാൽ വളരെ കൊല്ലങ്ങൾ പഴക്കമുള്ള ഈ പള്ളി പൊളിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ എതിർത്തപ്പോൾ അദ്ദേഹത്തിന്റെ ശില്പത്തികളായ 5 or 10 പേർ അത് പൊളിക്കണമെന്ന് പറയുകയും ബാക്കിയുള്ളവർ പൊളിക്കണ്ട എന്ന് പറയുകയും ചെയ്തു. ഭിന്നിപ്പ് വന്നാൽ സഹോദരങ്ങളെ, ആരാണ് ഈ ഭിന്നിപ്പിന് ഉത്തരവാദി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിഷ്പക്ഷമായും പറയുമ്പോൾ പഴയ പള്ളി അവിടെ തന്നെ നിലനിർത്തണമെന്ന് പറയുന്നവർ ഒരിക്കലും ഭിന്നിപ്പിന്റെ ആളുകൾ അല്ല, മറിച്ച് ഈ പള്ളി പൊളിച്ചു മാറ്റണമെന്ന് പറയുന്നവർ മാത്രമാണ്. ഭിന്നിപ്പ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതുപോലെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിലും കർമ്മ പദ്ധതികളിലും ബിദ്അത്തിന്റെ ആളുകൾ മാറ്റം വരുത്താൻ തുടങ്ങിയതോടുകൂടെയാണ് ഇവിടെ ഭിന്നിപ്പുകൾ ഉണ്ടായത്. വളരെ നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം. ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ കക്ഷിയെയോ ആക്ഷേപിക്കാൻ പറയുകയല്ല, ഉള്ള യാഥാർത്ഥ്യം നിങ്ങളോട് പഠിപ്പിക്കുക. നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം. ആരാണ് ഇവിടെ ഈ ഭിന്നിപ്പ് ഉണ്ടാക്കിയത്? ആരാണ് പുതിയ വാദം കൊണ്ടുവന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വളരെ അടിത്തറയുള്ളതും പഴക്കമുള്ളതും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബികളും അവരിൽ നിന്ന് താബിഈകളും അവരിൽ നിന്ന് അഇമ്മത്ത് മുജ്തഹിദുകളും അങ്ങനെ പ്രഗൽഭരായ വ്യക്തികളാൽ പരമ്പരയായി മുറിഞ്ഞു പോകാതെ വന്ന വിശ്വാസവും കർമ്മവും ആണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസവും കർമ്മവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ബിദ്അത്തുകാർ വന്നു മുഴുവൻ മുഅ്മിനീങ്ങളെയും മുശ്രിക്കുകളാക്കി ചിത്രീകരിക്കാൻ തുടങ്ങി. നിഷ്പക്ഷമായി നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. പ്രസ്റ്റേജിന്റെയും അഭിമാനത്തിന്റെയും പ്രശ്നമല്ല, നമ്മുടെ ഈമാൻ രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്ന് നിനക്ക് ചിന്തിക്കുക. ഞാൻ ചോദിക്കുന്നു, ഇവിടെ നൂതനവാദികൾ എന്തെല്ലാമാണ് കൊണ്ടുവന്നത്? ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. പേര് പറയുന്നതിൽ എനിക്ക് മടിയുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ പ്രാസംഗികനാണ് MM അക്ബർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം മതങ്ങൾക്കിടയിൽ താരതമ്യ പഠനം നടത്തുന്ന പ്രസംഗം ചെയ്യുന്ന ആളാണ്. ഹിന്ദുമതം, ക്രൈസ്തവ മതം, ജൂതമതം, ജൈനമതം, ബുദ്ധമതം തുടങ്ങി വിവിധ മതങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അതിൽ നിന്നെല്ലാം വിഭിന്നമാണ് ഇസ്ലാം മതം എന്ന് സ്ഥാപിക്കുന്ന ഒരു പ്രാസംഗികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. മാന്യ സുഹൃത്തുക്കൾ ചിന്തിക്കുക. അദ്ദേഹം 3-4 സ്ഥലത്ത് നടത്തിയ പ്രസംഗം ഞാൻ കാസറ്റിലൂടെ കേട്ടു. മുജാഹിദുകൾ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തോട് ഇവിടുത്തെ ഹൈന്ദവർക്ക് വിരോധമുണ്ടാവാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉപകരിച്ചു എന്നല്ലാതെ മറ്റ് യാതൊരു നേട്ടവും ഇല്ല. കല്ലിനും മുള്ളിനും പാമ്പിനും തേളിനും സൂര്യനും ചന്ദ്രനും
ആരാധിക്കുന്നവരാണ് എന്ന് മറ്റ് പല മതസ്ഥരെ സംബന്ധിച്ചും അദ്ദേഹം സമർത്ഥിച്ചു കഴിയുമ്പോൾ അവസാനം അദ്ദേഹം പറയും, ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരമാണ് എന്ന്. ഉടനെ ഒരു റെഡിമെയ്ഡ് ചോദ്യം, മൗലവി സാഹിബ് ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടുത്തെ സുന്നികളുടെ അവസ്ഥ എന്ത്? അവർ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കുമെല്ലാം പൂജ നടത്തുകയും അവർക്ക് ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ അല്ലേ ഇവിടുത്തെ സുന്നികൾ? ഈ സുന്നികളും ഹൈന്ദവരും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന ഒരു ചോദ്യം സദസ്സിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അദ്ദേഹം ഉടനെ മറുപടി പറയുന്നു, അതെ, ഇവിടുത്തെ സുന്നികളും ഈ ഹൈന്ദവരും തമ്മിൽ വ്യത്യാസമില്ല. സുന്നികളും അല്ലാഹുവല്ലാത്ത പല സാധനങ്ങളെയും ദൈവമായി ചിത്രീകരിക്കുന്നു, ആരാധിക്കുന്നു എന്ന്. ഈ മൗലവി അല്ലാഹുവിനെ സംബന്ധിച്ച് എഴുതിയ 2 വരികൾ ഞാൻ കേൾപ്പിക്കട്ടെ. ആവശ്യമുണ്ടാകുമ്പോൾ ഗ്രന്ഥം തെളിയിക്കാൻ കഴിയും. ഈ മൗലവി ഒരിക്കൽ അല്ലാഹുവിനെ സംബന്ധിച്ച് എഴുതി, അല്ലാഹു സിംഹാസനസ്ഥനാണെന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത് ശരിയല്ല. അല്ലാഹുവിന് അങ്ങനെ സിംഹാസനം വേണ്ട എന്ന് എഴുതി. അല്പകാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതുന്നു, തിരുത്ത്, ഞാൻ അല്ലാഹുവിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. അല്ലാഹു സിംഹാസനസ്ഥനാണ്, അല്ലാഹു ഒരു വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന്. ഒരു വ്യക്തി നേരത്തെ ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും പഠിച്ചു വന്നത്, കഴിഞ്ഞ സച്ചരങ്ങളിൽ നിന്ന് പഠിച്ചു വന്നത്, സ്വാലിഹീങ്ങളിൽ നിന്ന് പഠിച്ചു വന്നത് അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിയായ വിശ്വാസം. ഈ വിശ്വാസം ആദ്യം അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യ ആശ്രയം ഇല്ലാത്തവൻ ആണ്. അല്ലാഹുവിന് സൃഷ്ടികളെപ്പോലെ ജഡമില്ലാത്തവനാണ്.